വയനാട്ടിലെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ദുരിതബാധിതരുടെ പുനരധിവാസം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ മെല്ലെപ്പോക്കാണ് പുനരധിവാസത്തിലെ പ്രധാന വെല്ലുവിളിയെന്ന് ശക്തമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയൊഴിച്ചു നൽകിയ 772 കോടി രൂപയുടെ വലിയൊരു തുക ഉണ്ടായിരുന്നിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച വേഗത്തിൽ മുന്നോട്ടു പോയില്ലെന്നത് നിരാശാജനകമാണ്. ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഒരു മാതൃകാ വീടിന്റെ നിർമ്മാണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. നിയമപരമായ തടസ്സങ്ങളും കാലാവസ്ഥ പ്രശ്നങ്ങളുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൈകുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ദുരിതമുണ്ടായ ഉടനെ തന്നെ താൽക്കാലിക പുനരധിവാസ സൗകര്യങ്ങൾ ഒരുക്കിയ സർക്കാർ എത്രയും പെട്ടെന്ന് സ്ഥിരമായ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മന്ദഗതിയിലായി. ദുരിതബാധിതർക്ക് താമസിക്കാൻ കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചത് അടുത്തിടെ മാത്രമാണ്. നിലവിൽ ദുരിതബാധിതർക്ക് താൽക്കാലിക താമസത്തിനായി വാടകയും ദിവസേന 300 രൂപയും സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ എത്ര നാൾ ഇങ്ങനെ ചിതറിക്കഴിയും എന്ന് ദുരിതബാധിതർ ആശങ്കയോടെ ചോദിക്കുന്നു. താൽക്കാലിക ആശ്വാസങ്ങൾ നല്ലതാണെങ്കിലും സ്വന്തമായ ഒരു വീട്, സുരക്ഷിതമായ ഭാവി എന്ന അവരുടെ പ്രതീക്ഷകൾക്കു മേൽ ആശങ്കയുടെ കരിനിഴൽ വീഴുകയാണ്. തോട്ടം തൊഴിലാളികളായിരുന്ന പലരും ഉരുൾപൊട്ടലിൽ തങ്ങളുടെ തൊഴിലുകളും വീടുകളും നഷ്ടപ്പെട്ട് വഴിയാധാരമായി പലരും ബന്ധുവീടുകൾ താൽക്കാലിക ഷട്ടറുകളുമായി കഴിയുന്നു. മുണ്ടക്കയുടെ പുനരധിവാസത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് 772 കോടി രൂപയാണ്. ഈ വലിയ തുക ഉണ്ടായിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കാൻ പ്രധാന കാരണം എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമക്കുരുക്കുകളാണെന്നും സർക്കാർ പറയുന്നു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സാധാരണയായി ഉണ്ടാകാറുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ, ഉടമസ്ഥാവകാശം, നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യങ്ങൾ കാലതാമസം നേരിടേണ്ടിയാകും. ഇത് പദ്ധതിയുടെ ആരംഭത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ വയനാട്ടിൽ തുടർച്ചയായി പെയ്യുന്ന മഴയും വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. നനഞ്ഞ ചുമരുകൾക്ക് പെയിന്റിംഗ് നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഹീറ്റർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചുമരുകൾ ചൂടാക്കി പെയിന്റിംഗ് നടത്താനാണ് ഉരുളിക്കൽ ലേബർ സൊസൈറ്റി പ്രതിനിധികൾ ശ്രമിക്കുന്നത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഏപ്രിൽ 16-നാണ് മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വീടിന്റെ നിലം ഒരിക്കൽ പൂർത്തിയായി. ടൈൽസ് പാകുന്ന പ്രവൃത്തി ആരംഭിച്ചു. ശൗചാലയം, സിറ്റ് ഔട്ട്, അടുക്കള സ്ഥാപിക്കൽ തുടങ്ങിയ പ്രധാന ജോലികളാണ് ഇനി ചെയ്യാനുള്ളത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വീടിന്റെ പെയിന്റിംഗ് ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും ഉരുളിക്കൽ ലേബർ സൊസൈറ്റി പ്രതിനിധികൾ അറിയിച്ചു. 7 സെന്റ് സ്ഥലത്ത് 1000 ചതുരശ്രടിയിൽ ഒറ്റ നിലയിൽ നിർമ്മിക്കുന്ന ഈ വീട് ഭാവിയിൽ ഇരുനിലയാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിലാണ് അടിത്തറയോടെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2 കിടപ്പുമുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, സ്റ്റുഡൻസ് റൂം, ഡൈനിങ് ഏരിയ, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് ഈ മാതൃകാ വീടിൽ ഒരുക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ വീടുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ടൗൺഷിപ്പിൽ 5 സ്ലോട്ടുകളായി 410 വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാതൃകാ വീടിന്റെ നിർമ്മാണം ജൂലൈ 30ഓടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മറ്റു വീടുകളുടെ നിർമ്മാണത്തിന് ഒരു മാതൃകയാവുകയും അതിവേഗ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും. വയനാട് ദുരിതബാധിത മേഖലയിലെ പാടികളിൽ താമസിക്കുന്ന പലരും ഇപ്പോഴും പുനരധിവാസ പട്ടികയിൽ പുറത്താണ് എന്നത് ഗുരുതരമായ വിഷയമാണ്. ദുരിതബാധിതർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും തുടർന്നുള്ള ജീവിതം ദുരന്തത്തിലാകുമോ എന്ന വലിയ ആശങ്കയിലാണ് ഇവർ. കേവലം സാങ്കേതികത്വത്തിന്റെ പേരിലാണ് ഇവർ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതെന്നും ഇവരുടെ പ്രധാന പരാതി തോട്ടം തൊഴിലും മറ്റും ആശ്രയിച്ചായിരുന്നു ദുരിതത്തിന് മുമ്പും ഇവരുടെ ജീവിതം. ഉരുൾപൊട്ടൽ ഒഴിച്ച് രാത്രിയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഓടിയവരിൽ അവർ. നിലവിൽ വാടക അടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ദുരിതബാധിത പട്ടികയ്ക്ക് പുറത്തായതുകൊണ്ട് സ്ഥിരമായി പുനരധിവാസ പദ്ധതികളുടെ ഭാഗമാകാതെ ഇവർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഒരു മാനുഷിക സമീപനം സ്വീകരിക്കുകയും സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി ഇവരെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മുണ്ടക്കി ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും ദുരിതബാധിതരുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്നത് വേദനാജനകമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ മെല്ലെപ്പോക്ക് അംഗീകരിക്കാനാവാത്തതാണ്. 772 കോടി രൂപ വലിയൊരു തുക ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് പൊതുസമൂഹത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നിയമക്കുരുക്കുകളും കാലാവസ്ഥ വെല്ലുവിളികളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമാകുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് വേഗം പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബോധരാകണം.
മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഒരു നല്ല തുടക്കമാണ്. ഇത് മറ്റു വീടുകളുടെ നിർമ്മാണത്തിന് ഒരു പ്രചോദനമാകുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുമെന്നും പ്രതീക്ഷിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ഗുണമേന്മ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ സാങ്കേതികത്തിന്റെ പേരിൽ പുനരധിവാസ പട്ടികയിൽ നിന്നും പുറത്താക്കിയവരെ എത്രയും പെട്ടെന്ന് ഉൾപ്പെടുത്തുകയും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും സുരക്ഷിതവുമായ ഭാവി ഉറപ്പാക്കുകയും ചെയ്യണം. ദുരിതബാധിതരുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമായ ഒരു വീടും സുരക്ഷമായ ജീവിതവും ലഭ്യമാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ കൂടുതൽ ഫലപ്രദമായ ഇടപെടലുകൾ ആവശ്യമാണ്.